അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദ്നാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദ്നാ മുഹമ്മദ്. ഒരു ഖബറിന്റെ ചാരത്തിരുന്ന് ഒരു സ്ത്രീ ഇങ്ങനെ കരയുകയാണ്. മുത്തുനബി അങ്ങോട്ട് ചെന്നപാടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതിരൂക്ഷമായ ഭാഷയിൽ മുത്തുനബിയോട് ആ സ്ത്രീ പ്രതികരിക്കുകയുണ്ടായി. എന്താണ് സംഭവമെന്ന് കേൾക്കണ്ടേ നിങ്ങൾക്ക്? നമുക്ക് വലിയ പാഠമുള്ള ഒരു ചരിത്രമാണിത്. മിക്ക ദിവസങ്ങളിലും ജന്നത്തുൽ ബഖയിൽ പോയി ഖബറാളികളോട് സലാം പറഞ്ഞ് അവർക്ക് വേണ്ടി ദുആ ചെയ്യൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പതിവായിരുന്നു. മുഅ്മിനീങ്ങളായ ഒരുപാട് ആളുകൾ മറവിട്ട് കിടക്കുന്ന സ്ഥലമാണല്ലോ ജന്നത്തുൽ ബഖ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സന്ദർശനവും ദുആയും അവർക്ക് വലിയ ആശ്വാസമായിരുന്നു ഖബറാളികൾക്ക്. അന്നത്തെ ദിവസം സിയാറത്ത് ചെയ്യാൻ വേണ്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജന്നത്തുൽ ബഖയിലേക്ക് ചെന്നു. സിയാറത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവാചകൻ അവിടെ ഒരു സ്ത്രീയെ കണ്ടു. അവർ അവരുടെ മരിച്ചുപോയ മകന്റെ ഖബറിന്റെ ചാരത്തിരുന്ന് നിത്യം വല്ലാതെ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പ്രയാസങ്ങളും വിഷമങ്ങളും ആവലാദികളും പലതും വിളിച്ചു പറയുന്നുണ്ട്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്ത്രീയുടെ സമീപത്ത് പോയി പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുക. ഖബറിന് അരികിൽ നിന്ന് ഇങ്ങനെ പൊട്ടിക്കരയരുത്, ആവലാദികൾ പറയുകയും ചെയ്യരുത്. വന്നു പറഞ്ഞത് പ്രവാചകനാണ് എന്നറിയാതെ ആ സ്ത്രീ രൂക്ഷമായ ഭാഷയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പ്രതികരിച്ചു. മുത്തുനബിയോട് ആ സ്ത്രീ പറഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ പ്രയാസങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾ എന്തിനാണ് എന്നെ ഉപദേശിക്കുന്നത്? എന്താ നിങ്ങളുടെ പ്രശ്നം? ബുദ്ധിമുട്ട് വന്നത് എനിക്കാണല്ലോ, നിങ്ങൾക്കല്ലല്ലോ. ദയവ് ചെയ്ത് എന്നെ സ്വസ്ഥമായി ഒന്ന് കരയാൻ അനുവദിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ വഴി നോക്കിപ്പോകാം. മുത്തുനബിയോട് അതിരൂക്ഷമായ രീതിയിൽ ആ സ്ത്രീ പ്രതികരിച്ചു. മുത്തുനബിയാണെന്ന് അറിയാതെയാണ് പ്രതികരിച്ചത്. ക്ഷമയോടുകൂടി പ്രവാചകൻ തിരിച്ചു വന്നു. സംഭവത്തിന് സാക്ഷിയായ ചില ആളുകൾ ആ സ്ത്രീയുടെ അടുക്കൽ പോയി കാര്യത്തിന്റെ ഗൗരവം ധരിപ്പിച്ചു. നിങ്ങൾ സംസാരിച്ചത് അള്ളാഹുവിന്റെ പ്രവാചകനോടാണ്. ഇത് കേട്ട സ്ത്രീ ആകെ പകച്ചുപോയി. മകന്റെ വിരഹ ദുഃഖത്തിന് പുറമെ പ്രവാചകനോട് കയർത്തു സംസാരിച്ചതിന്റെ പ്രയാസം കൂടിയായപ്പോൾ അവർ തളർന്നുപോയി. ദുഃഖിതയായ അവർ പ്രവാചകന്റെ വീട് തേടി പുറപ്പെട്ടു. പ്രവാചകനോട് മാപ്പപേക്ഷിച്ചു. എനിക്കങ്ങയെ മനസ്സിലായിരുന്നില്ല. ആളറിയാതെ ഞാൻ പലതും സംസാരിച്ചു. എനിക്കങ്ങ് മാപ്പ് തരണം. മുത്തുനബി പറഞ്ഞു, ഞാനെല്ലാം ക്ഷമിക്കാൻ തയ്യാറാണ്. പ്രവാചകൻ പ്രക്ഷോഭിതമായ മുഖത്തോടുകൂടി ആ സ്ത്രീയോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ആദ്യഘട്ടത്തിലാണ് ക്ഷമിക്കേണ്ടത്. എല്ലാവരും നോട്ട് ചെയ്യേണ്ട ഒന്നാണിത്. ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ആദ്യഘട്ടത്തിലാണ് ക്ഷമിക്കേണ്ടത്. നിങ്ങൾ ക്ഷമാശീലരാകുക എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീയോട് ഉപദേശിക്കുകയുണ്ടായി. നമുക്കും വലിയ പാഠമുണ്ട്. ക്ഷമിക്കുക. നമ്മൾ എപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്ന ആദ്യഘട്ടത്തിലാണ് അത് ക്ഷമയുണ്ടാകേണ്ടത്. അള്ളാഹു ക്ഷമയുള്ളവരെ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും.